നമുക്ക് നമ്മുടെ ഹെയർ ഭയങ്കര റഫായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല സിൽക്കി ഷൈനി സോഫ്റ്റായിട്ട് വെക്കാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇത് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ ഒരു ന്യൂ ആയിട്ടൊരു സംഭവം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് 1 വാഷിൽ നല്ല റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഡ്രൈ റഫായിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്തറാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ ഞാൻ പുതുതായിട്ട് പ്ലമ്മിൻ്റെ കുറച്ച് ഒരു ന്യൂ ഹെയർ കെയർ റേഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. കോക്കനട്ട് മിൽക്കും പെപ്റ്റൈഡ്സൊക്കെ കണ്ടൻറ്റ് വരുന്ന ഒരു ഹെയർ കെയർ റേഞ്ച് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു പ്രൊഡക്ട്സ്. ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷാംപൂ, അതേപോലെ ഹെയർ മാസ്ക്, പിന്നെ ഒരു സിറം. ഇത്രയാണ് അതിൻ്റെ ഒരു ഹെയർ കെയർ റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കണ്ടൻറ്റ് നമുക്കറിയാലോ, കോക്കനട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഹെയർ സൂപ്പറായിട്ട് നല്ല രീതിയിൽ സ്മൂത്തറാക്കി തരാൻ ഹെൽപ്പ് ചെയ്തൊരു കണ്ടൻറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അഫോർഡബിൾ പ്രൈസ് വേണ്ട ഈ ഒരു ഷാമ്പൂവിനൊക്കെ. ഫസ്റ്റ് നമ്മുടെ പ്ലമ്മിൻ്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഷാമ്പൂ. ഇത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ നൗറിഷ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയറിലൊരു ഷൈനിങ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു വൈറ്റ് കളറിലെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. ബീച്ചി കോക്കനട്ട് ആൻഡ് വാനില ഫ്രാഗ്രൻസ് ആണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സ് ഒക്കെ നല്ല സ്ട്രെങ്തേൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു മോയ്സ്ചർ നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ SLS പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തു ഷാമ്പൂ ഉപയോഗിച്ച്. അതിനുശേഷം ഞാനിവിടെ പ്ലം കോക്കനട്ട് ആൻഡ് പെപ്റ്റൈഡ് സ്ട്രെങ്ത് ഷൈൻ ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യണത്. ഇത് നല്ല രീതിയിൽ ഹെയറിൻ്റെ ഷൈൻ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അതേപോലെ ഹെയർ നല്ല രീതിയിൽ നൗറിഷ് ചെയ്യും. അതേപോലെ ബ്രേക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഹെയർ നല്ല ഡീപ്പ് കണ്ടീഷനിങ്ങും എക്സ്ട്രാ സ്മൂത്ത്നെസ് ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ആഫ്റ്റർ ഷാമ്പൂവിന് ശേഷം നമ്മൾ ജസ്റ്റ് ഹെയറിൽ ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 5-10 മിനിറ്റ് ഹെയറിൻ്റെ സ്ട്രാൻഡ്സിലൊക്കെ ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. നല്ല എക്സ്ട്രാ സ്മൂത്ത് ആയിട്ടിരിക്കും ഹെയർ. ആഫ്റ്റർ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഹെയർ നന്നായിട്ട് തുടച്ചു ജസ്റ്റ് വേണമെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഒരു 50% ഹെയർ ഇപ്പോൾ എൻ്റെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്യണത്. പ്ലമ്മിൻ്റെ കോക്കനട്ട് ആൻഡ് സ്ക്വലൈൻ ന്യൂട്രി ഷൈൻ ഹെയർ സിറമാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഫ്രിസ് കൺട്രോൾ ചെയ്യും, ഹെയർ നല്ല സ്മൂത്തൺ ചെയ്യും. അതേപോലെ നല്ലൊരു ഗ്ലോസി ഷൈൻ നമ്മുടെ ഹെയറിന് തരാനായിട്ട് സഹായിക്കും കേട്ടോ ഈ ഒരു നമ്മുടെ സിറം. അപ്പോൾ ഇതിൽ വിത്ത് വൈറ്റമിൻ ഇയും ആൽമണ്ട് ഓയിലുമാണ്. 100% വെഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇതെല്ലാം തന്നെ. ഈ ഒരു സിറത്തിൻ്റെ പാക്കേജിങ് പ്രൈസ് 475 റുപ്പീസൊക്കെയാണ് പറയുന്നത്. ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും, ഓഫർ പ്രൈസിലൊക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1 വാഷിൽ 22 ടൈംസ് സോഫ്റ്റർ ഹെയർ എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയത്. അടിപൊളിയാണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാകും. നമ്മൾ ടച്ചിലും ഫീലിലൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കൂപ്പൺ കോഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഹെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.